നമസ്കാരം. കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലെത്തിയ എമ്പുരാൻ എന്ന സിനിമ ലൂസിഫറിൻ്റെ ഇതിഹാസ കഥയുടെ രണ്ടാം ഭാഗം എന്നതിലുപരി സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിലേക്കും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ഒരു ചലച്ചിത്ര അനുഭവമായി മാറുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ്റെ സംവിധാന മികവിൽ ഒരുങ്ങിയ ഈ സിനിമ കേവലം ഒരു സാധാരണ വാണിജ്യ സിനിമ എന്നതിലുപരി പ്രേക്ഷകരെ ചിന്തിപ്പിക്കുവാനും ചലച്ചിത്ര ആസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനും ലക്ഷ്യമിടുന്നു എന്നുകൂടി പറയാം. സിനിമയിലെ സായിദ് മസൂദ് എന്ന കഥാപാത്രത്തിൻ്റെ ഭൂതകാലം അവതരിപ്പിക്കുമ്പോൾ 2002 ഗുജറാത്ത് കലാപത്തിൻ്റെ ഭീകരമായ ഓർമ്മകൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. അത് വലിയ വിവാദവും. ലൂസിഫറിൻ്റെ ആദ്യ ഭാഗത്തിൽ അവതരിപ്പിക്കപ്പെട്ട കഥാപാത്രങ്ങളെയും അവരുടെ ബന്ധങ്ങളെയും പശ്ചാത്തലത്തെയുമൊക്കെ പരിചയപ്പെടുത്തുവാനാണ് സംവിധായകൻ സമയം കണ്ടെത്തിയത് എങ്കിൽ എമ്പുരാൻ്റെ ആരംഭം തന്നെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുലയിൽ നിർത്തുന്ന ഒരു വലിയ ഫ്ലാഷ് ബാക്കിലൂടെയാണ്. അബ്രഹാം ഖുറേഷിയുടെ വിശ്വസ്തനായ സായിദ് മസൂദ്, അത് പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രമാണ്. ദുരിത സമയമായിട്ടുള്ള ഭൂതകാലമാണ് സിനിമയുടെ ഈ ഭാഗത്ത് അനാവരണം ചെയ്യുന്നത്. 2002 ഗുജറാത്ത് കലാപത്തിൽ അനാഥനായ സയ്യിദിൻ്റെ കഥ, ബൽരാജ് എന്ന വില്ലൻ കഥാപാത്രവുമായിട്ട്, അതായത് അഭിമന്യു സിംഗാണ് വില്ലൻ, അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ കഥ. ഹൃദയസ്പർശിയായ വൈകാരികതയിലൂടെയാണ് ഈ ഭാഗം കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സിനിമയിലെ ഒരു പ്രധാന രംഗത്തിൽ ബൽരാജിൻ്റെ കൂട്ടാളികൾ ഗർഭിണിയായ ഒരു മുസ്ലിം സ്ത്രീയെ ആക്രമിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ ദൃശ്യം 2002 ഗുജറാത്ത് കലാപത്തിൻ്റെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായ നരോദ പാട്യ കൂട്ടക്കൊലയെ പ്രേക്ഷകർക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഗുജറാത്തിൽ കലാപം ഏറ്റവും കൂടുതൽ നാശം വിതച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ നരോദ. ഇവിടെ നരോദ പാട്യയിൽ 97 പേരും തൊട്ടടുത്തുള്ള നരോദ ഗാവിൽ 11 പേരുമാണ് അന്ന് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ അഭിമന്യു സിംഗിൻ്റെ കഥാപാത്രത്തിന് ബാബ ബജ്രംഗി എന്ന് പേര് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേര് നൽകിയത് യാദൃശികമല്ല എന്ന് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരടക്കം അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പേര് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിട്ട വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പലരും വിലയിരുത്തപ്പെടുന്നുണ്ട്. ബാബുഭായ് പട്ടാൽ എന്ന ബാബു ബജ്രംഗി. അപ്പോൾ ബജ്രംഗ് ദളിൻ്റെ ഗുജറാത്ത് കലാപത്തിൻ്റെ നേതാവായിരുന്നു ആ കാലഘട്ടത്തിൽ. 2002 ഗുജറാത്ത് കലാപത്തിൽ ഇയാൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം കണ്ടെത്തിയിരുന്നത്. അപ്പോൾ നരോദ പാട്യ കൂട്ടക്കൊലയുടെ മുഖ്യ സൂത്രധാരനായി കണ്ടെത്തിയതിനെ തുടർന്ന് പ്രത്യേക കോടതി ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു. 2019 മാർച്ചിൽ സുപ്രീം കോടതി ഇദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ജാമ്യം അനുവദിച്ചു. അതേസമയം ഗുജറാത്ത് കലാപത്തെ വെറും ഏതാനും അധികാരമോഹികളായ രാഷ്ട്രീയക്കാരുടെ അത്യാഗ്രഹമായി ചുരുക്കി കാണിക്കുന്നു എന്നും വംശീയ ഉന്മൂലനമായി കണക്കാക്കാവുന്ന ഒരു ദുരന്തത്തെ വേണ്ടത്ര ഗൗരവത്തോടെ സിനിമ സമീപിക്കുന്നില്ല എന്നുമുള്ള വിമർശനങ്ങൾ ധാരാളമായി ഉയർന്നിട്ടുമുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിഷയം ഒരു മുഖ്യധാര സിനിമയിൽ ചർച്ചാ വിഷയമാക്കിയ സംവിധായകൻ്റെ ധൈര്യത്തെ പ്രശംസിക്കാതിരിക്കുവാനും കഴിയുന്നില്ല. എന്തായാലും ഇപ്പോൾ 2002 ഗുജറാത്തിൽ നടന്ന വർഗീയ കലാപം അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഒരു കറുത്ത ഏടുകളിൽ ഒന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗോദ്രയിൽ അയോധ്യയിൽ നിന്ന് മടങ്ങുകയായിരുന്ന ട്രെയിനിൻ്റെ ഒരു കോച്ച് തീ വെച്ച് നശിപ്പിക്കപ്പെട്ട സംഭവത്തെ തുടർന്നാണ് അന്ന് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് എല്ലാവർക്കും അറിയാം. ഈ ട്രെയിനിൽ 59 തീർത്ഥാടകർ വെന്തു മരിച്ചു. ഇതിന് പിന്നാലെ ഗുജറാത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ അരങ്ങേറി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 1000-ലധികം ആളുകൾ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം. എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും എത്രയോ അധികമായിരിക്കാം എന്ന് പല മനുഷ്യാവകാശ സംഘടനകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോപിക്കുന്നുമുണ്ട്. കലാപത്തിൽ നിരവധി പേർക്ക് വീട് നഷ്ടപ്പെടുകയും പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നരോദ പാട്യ, ഗുൽബർഗ് സൊസൈറ്റി തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടങ്ങളിൽ നടന്ന കൂട്ടക്കൊലകൾ ഇന്നും നടുക്കുന്ന ഓർമ്മകളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവിടെ എമ്പുരാൻ എന്ന സിനിമ ഗുജറാത്ത് കലാപത്തിൻ്റെ ഭീകരതയെ പൂർണ്ണമായി അവതരിപ്പിക്കുന്നില്ലെങ്കിലും അതിലെ ചില സൂചനകൾ ചർച്ചയാക്കുന്നു എന്നതാണ് ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്കറിയാം, എന്നാൽ ഈ എമ്പുരാൻ എന്ന ചിത്രം പ്രദർശനത്തെത്തിയപ്പോൾ നിരവധി അനുകൂല പ്രതികൂല അഭിപ്രായങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ ഇന്ന് സജീവമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം കൊണ്ടാണിത്. ഇപ്പോൾ സിനിമയെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു കുറിപ്പുമായിട്ട് എത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റും ഒപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകനുമായിട്ടുള്ള
പ്രതീഷ് വിശ്വനാഥൻ. അത് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുറിപ്പെടുത്തത്. ആ ഫേസ്ബുക്ക് കുറിപ്പ് പറയുന്നത് ഇങ്ങനെയാണ്: അൽസുഡുവിൻ്റെ ആടുജീവിതം തുടങ്ങുന്നത് ഹലാൽ ഫ്ലാറ്റിൻ്റെ പരസ്യത്തിലൂടെയാണ് എന്നാണ്. പിന്നെ സിനിമയിൽ ഉയർന്നു വരാൻ ഒരേ സമയം മട്ടാഞ്ചേരി മാഫിയയുടെയും ഏട്ടൻ്റെയും ഒപ്പം നടന്നു. അവരുടെ കൂടെയാണ് എന്ന് എപ്പോഴും തോന്നിപ്പിക്കുകയും ചെയ്തു. പിന്നെ ജിഹാദി ഫണ്ട് ഇറക്കി ചെയ്തതെന്ന് സംശയിക്കപ്പെടുന്ന നിരവധി സിനിമകളുടെ ഭാഗമാവുകയും ചെയ്തു. രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ വരെ പരിഹസിക്കുന്ന ജനഗണമന പോലുള്ള സിനിമകൾ ചെയ്ത് സുഡാപ്പികളെ നിരന്തരം സന്തോഷിപ്പിക്കുകയും ചെയ്തു. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാര്യൻകുന്നനായി അവതരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇറങ്ങി തിരിച്ചുവെങ്കിലും നല്ലൊരു കച്ചവടക്കാരൻ കൂടിയായ അൽസുഡു തൻ്റെ മറ്റ് സിനിമാ പ്രോജക്റ്റുകൾക്ക് ഇത് തിരിച്ചടിയാകുമെന്ന് കണ്ട് അതിൽ നിന്ന് പിന്മാറുന്നു. എങ്കിലും ഇടയ്ക്കിടെ സുഡാപ്പി സിനിമക്കാർക്ക് വേണ്ടിയിട്ട് മറ്റു സിനിമകളിൽ സഹകരിക്കുന്നു. ലക്ഷദ്വീപിൽ കാവി പെയിൻ്റ് അടിച്ചതിന് എതിരെ നിന്ന് അൽസുഡു അന്ന് കരഞ്ഞു. മുനമ്പത്ത് വഖഫുകാർ തെരുവിലിറക്കിയത് കാരണം പെയിൻ്റടിക്കാൻ വീട് പോലും ഇല്ലാതായിപ്പോയ പാവങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് മൗനത്തിലൂടെ സുഡാപ്പികളെ പിന്തുണച്ചു. വാലിബൻ ഉൾപ്പെടെ ഏട്ടൻ്റെ സിനിമകൾ പൊട്ടിയപ്പോൾ എമ്പുരാൻ്റെ കഥയൊന്ന് തിരുത്തേണ്ടി വന്നു. ഗോത്ര മറച്ചുവെച്ച് ഗുജറാത്ത് കലാപവും രാഷ്ട്രീയവും കുത്തിക്കലർത്തി. സുടുക്കളും കമ്മികളും കൊങ്ങികളും ഏട്ടൻ്റെ ആരാധകരുമൊക്കെ സിനിമ കാണാനെത്തുമെന്ന് അൽസുഡു വല്ലാതെ പ്രതീക്ഷിക്കുകയും ചെയ്തു. ആഗ്രഹം നല്ലതാണ്, പക്ഷേ നിന്റെ തന്തയല്ല എൻ്റെ തന്ത. മിഷൻ സൗത്ത് ഇന്ത്യക്കാരുടെ ഫണ്ട് വാങ്ങിയിട്ട് രാജ്യത്ത് കലാപം സൃഷ്ടിക്കുവാനും രാജ്യത്തെ വിഭജിക്കുവാനും ഇറങ്ങിത്തിരിക്കുന്നവർ അന്വേഷണം വരുമ്പോൾ ഇരവാദം മുഴക്കി മോങ്ങരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രതീഷ് വിശ്വനാഥ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. പക്ഷേ അത് ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ കുറിച്ചത്. അതേസമയം മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രതികരണവും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ നേതാവായിട്ടുള്ള MT രമേശ് വന്നു. MT രമേശ് പറഞ്ഞത് എമ്പുരാൻ ബഹിഷ്കരിക്കണമെന്ന ഒരു പേരിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നു. ആ ക്യാമ്പയിനോട് അദ്ദേഹം ശക്തമായിട്ടാണ് പ്രതികരിച്ചത്. കാരണം സിനിമയെ സിനിമയായി കാണണം. അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. സംഘപരിവാറിനെതിരെ എത്രയോ സിനിമകൾ ഇവിടെ ഇറങ്ങി, എത്രയോ വട്ടം. പക്ഷേ സിനിമകളെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തിക്കുന്നത് എന്നുള്ള MT രമേശിൻ്റെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. വിവിധ പാർട്ടികളിൽ നിന്ന് ഉള്ളവരടക്കം എമ്പുരാനിലെ പ്രമേയത്തെ പ്രശംസിച്ചുകൊണ്ടൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഈ RSSകാരോ BJPക്കാരോ അല്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിയായി സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ പച്ചയ്ക്കാണ് പറയുന്നത് എന്നും അതിന് ചില്ലറ ധൈര്യം പോരാ എന്നും കൂടി ബിനീഷ് കോടിയേരി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനോടൊപ്പം ഈ എമ്പുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമ എന്ന് പറയപ്പെടുന്നത് ചിലർക്കൊക്കെ പിടിച്ചില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയപ്പെടുന്ന തരത്തിൽ മുൻ MLAയും കോൺഗ്രസ് നേതാവായിട്ടുള്ള BT ബൽറാം അടക്കം ഈ ചിത്രത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമുണ്ട്. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇത് സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഒരു കലാമൂല്യം ഉണ്ടാകണം. ഒരു കലയാണ്. ആ കലയായി തന്നെ അത് കണക്കാക്കുക. MT രമേശ് പറഞ്ഞ പോലെ സിനിമ കൊണ്ട് സംഘപരിവാറിനെ അളക്കാൻ ശ്രമിക്കരുത്. സംഘപരിവാർ എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന എന്ന് പറയപ്പെടുന്നത് ഒരു സിനിമ കൊണ്ട് തീർന്നു പോകുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം എന്നുള്ള MT രമേശിൻ്റെ ശക്തമായ വാദത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. കാരണം സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിയുന്ന BJPക്കാരനും RSSകാരനും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് MT രമേശ് എന്ന് പറയപ്പെടുന്ന BJP നേതാവ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഒരു സിനിമയെ ബഹിഷ്കരിക്കേണ്ട ആവശ്യം എന്താണ്? അത്തരത്തിലൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റു ചിലരുടെ താല്പര്യമാണ്. ആ താല്പര്യത്തിന് പിന്നിൽ നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള വളരെ വലിയൊരു സൂചന അതിലൂടെ MT രമേശ് എന്ന് പറയപ്പെടുന്ന BJP നേതാവ് മുന്നോട്ട് വെക്കുമ്പോൾ സംഘപരിവാറിനെ തകർക്കാനാണ് ഇത്തരത്തിലൊരു സിനിമ എടുക്കുന്നത് എങ്കിൽ സംഘപരിവാറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ തൻ്റെ അഭിപ്രായം പറയാൻ പൃഥ്വിരാജിനോ മുരളി ഗോപിക്കോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, ഒരു കുറിപ്പിട്ടാൽ മതി, തീരാവുന്നേ ഉള്ളൂ അവരുടെ രാഷ്ട്രീയം. പക്ഷെ അതല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത് എങ്കിൽ അത് കലയാണ്. ആ കലയെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നവർ ആ കലയെ പ്രോത്സാഹിപ്പിക്കട്ടെ. അതല്ല എങ്കിൽ അതിനെ ചവറ്റുകുട്ടയിലെറിയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് നടപ്പിലാക്കട്ടെ. പക്ഷേ MT രമേശ് പറഞ്ഞ പോലെ കലയെ കലയായിട്ട് കാണുക, സിനിമയെ ബഹിഷ്കരിക്കുക എന്ന് പറയപ്പെടുന്ന ക്യാമ്പയിനെ നിർത്തിവെക്കുക. അതിനോടൊരിക്കലും യോജിക്കാൻ കഴിയാത്ത RSSകാരും BJPക്കാരും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരെയോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നവരെയൊക്കെയോ ഏതെങ്കിലും തരത്തിൽ സിനിമ എവിടെയെങ്കിലും കുത്തി നിറപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെക്കുറിച്ച് വൃത്തികെട്ട രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട് എങ്കിൽ അത് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. അവർ തീരുമാനിക്കും ഈ സിനിമ കാണണമോ വിജയിപ്പിക്കണമെന്ന്.
അപ്പോൾ എമ്പുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമയ്ക്ക് എത്രയൊക്കെ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവന്നിരുന്നാലും ഇവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചിലരുണ്ട്. അത് കാണാമറയത്താണ്. അത് പക്ഷേ ഒരിക്കലും ഈ പറയുന്ന BJPയുടെയോ RSSൻ്റെയോ നേതാക്കൾ അറിയുന്നതായിരിക്കില്ല. അവരറിയാതെ പക്ഷെ അവരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന ചിലരുണ്ട്. അവർ ചെയ്യിപ്പിക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയെ തകർക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.